അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഈ ഗുലാബ് ജാമുൻ. അതുപോലെ ഇത് ഉണ്ടാക്കാൻ വളരെ സുഖമാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വെറും ബ്രെഡും പാലും ഉണ്ടായ ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് 5 ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആ 5 ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലിനൊരു ഏകദേശം അളവൊന്നുമില്ല. ഞങ്ങളൊരു ബ്രെഡ് എടുക്കുമ്പോൾ 10 എണ്ണെങ്കിലും എടുക്കുക. അപ്പോൾ നമുക്ക് 10 ഗുലാബ് ജാമുനെങ്കിലും കിട്ടിക്കോളും. എൻ്റെ അടുത്ത് 5 ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ട പാലൊഴിച്ച് നല്ലവണ്ണം കുഴച്ച് നമ്മളിപ്പോൾ ചപ്പാത്തി കുഴക്കുമ്പോൾ ഉരുട്ടില്ലേ, അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തു. നിങ്ങൾക്ക് മൊബൈലിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായി തോന്നുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ 7 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 7 ബോൾസും നമ്മൾ ഓയിലിൽ മുക്കി പൊരിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലുള്ള വെള്ളമെല്ലാം വറ്റിപ്പോയതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ചൂടായതിനു ശേഷം ഈ ഗുലാബ് ജാമുൻ ഇതിലേക്കിട്ട് പൊരിക്കണം. അപ്പോൾ നമ്മുടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചിലവർ കമൻറ്റ് ചെയ്തിരുന്നു സൗണ്ട് വളരെ കുറവാണെന്ന്. അത് ഞാൻ ആദ്യമായിട്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര എന്നുള്ള ആ ഒരു മെഷറിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് വെക്കുക. 1 മണിക്കൂറോളം ഇത് ഇട്ട് വെക്കുക. അതിന് കൂടുതൽ സമയം ഇട്ട് വെച്ചാൽ അത്രയും രുചികരമാകും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.